സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന മീൻ ഡീവിയേഷനാണ്. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ഓഫ് ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. സോ നമ്മൾ ആദ്യം റേഞ്ച് പഠിച്ചു, ക്വാർട്ടൈൽ ഡീവിയേഷൻ പഠിച്ചു, ഇപ്പം മീൻ ഡീവിയേഷൻ പഠിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അത്രയും ആയി. ഇനി നമ്മൾ എന്താ പഠിക്കുന്നത്? മീൻ ഡീവിയേഷൻ. ഇപ്പം നമുക്ക് മീൻ ഡീവിയേഷൻ എന്താണെന്ന് നോക്കാം. Mean deviation is defined as the arithmetic mean of deviation of all values in a series from their averages, counting all such deviations as positive. The average selected may be mean, median or mode. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആവറേജ് എന്തായിരിക്കും? മീനോ മീഡിയനോ മോഡോ ആയിരിക്കും. അതായത് മീൻ ഡീവിയേഷൻ എന്താണെന്ന് പറയുന്നത്? മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇസ് ദ ഡിഫൈൻഡ് ആസ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഓൾ ദ വാല്യൂസ് ഇൻ ദ സീരീസ്. സീരീസിലുള്ള എല്ലാ വാല്യൂസിൻ്റെയും ഡീവിയേഷൻസിൻ്റെ അരിത്തമെറ്റിക് മീനാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. എവിടെ നിന്ന്? ഫ്രം ദെയർ ആവറേജസിൽ നിന്ന് കൗണ്ടിങ് ഓൾ സച്ച് ഡീവിയേഷൻസ് ആസ് പോസിറ്റീവ്. സോ ഈ ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, മീൻ, മീഡിയൻ അല്ലെങ്കിൽ മോഡ്. ദെയർഫോർ മീൻ ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്താണ്? മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു summation mod d by n, where mod d represents deviation from an average without sign. അതായത് ആവറേജിൽ നിന്നുള്ള എന്താണ്? ഒരു ഡീവിയേഷനാണ് മോഡ് ഡി എന്ന് പറയുന്നത്. ഈ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് വിത്തൗട്ട് സൈൻ, എൻ ബീങ് നമ്പർ ഓഫ് ഐ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റം. മോഡ് ഡി എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കത്തില്ല. അതാണ് വിത്തൗട്ട് സൈൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. മീൻ ഡീവിയേഷൻ ഈസ് ആൻ ആബ്സല്യൂട്ട് മെഷർ. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്ന ഒരു ആബ്സല്യൂട്ട് മെഷറാണ്. ഇറ്റ്സ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ. അതായത് അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ഫ്രം വിച്ച് മീൻ ഡീവിയേഷൻ ഈസ് കമ്പ്യൂട്ടഡ്. മീൻ ഡീവിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഏത് ആവറേജ് വെച്ചിട്ടാണോ അത് നമുക്ക് മീനോ മീഡിയനോ മോഡോ ആയിരിക്കും എന്ന് പറയാമല്ലോ. സോ അതാണ് നമ്മളവിടെ എടുക്കുന്നത്. സോ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ഫ്രം വിച്ച് മീൻ ഡീവിയേഷൻ ഈസ് കമ്പ്യൂട്ടഡ്. ഇനി മീൻ ഡീവിയേഷൻ ഫോർ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ മീൻ ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. അതിൻ്റെ ഫോമുല എന്താണ്? മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ മോഡ് ഡി ബൈ എൻ, വെയർ മോഡ് ഡി ഈസ് ദ ഡീവിയേഷൻ ഫ്രം എനി ആവറേജ്, സേ മീൻ, മീഡിയൻ ഓർ മോഡ് വിത്തൗട്ട് സൈൻ. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ്? ഫൈൻഡ് ആൻ ആവറേജ് ഓഫ് ദ ഡേറ്റ. ആവറേജ് ക്യാൻ ബി മീൻ ഓർ മീഡിയൻ ഓർ മോഡ്. നമ്മൾ ആ ഡേറ്റ തന്നിരിക്കുന്ന ഡേറ്റയുടെ ആവറേജ് കണ്ടുപിടിക്കുക. അത് മീനായിരിക്കാം, മീഡിയൻ ആയിരിക്കാം, മോഡായിരിക്കും. അതിൽ ഏതെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. എന്നിട്ട് സെക്കൻഡ് എന്താ ചെയ്യുന്നത്? ഫൈൻഡ് ദ ഡീവിയേഷൻ വിത്തൗട്ട് സൈൻ ഓഫ് ഓൾ ദ വാല്യൂസ്. എല്ലാ വാല്യൂസിൻ്റെയും ഡീവിയേഷൻ കണ്ടുപിടിക്കുക ഫ്രം ദ ആവറേജ്. ആ ആവറേജിൽ നിന്ന് എല്ലാ വാല്യൂസിൻ്റെയും ഡീവിയേഷൻ കണ്ടുപിടിക്കുക. ലെറ്റ് ദിസ് ഡീവിയേഷൻ, ആ ഡീവിയേഷനെ നമ്മൾ എങ്ങനെ വിളിച്ചു? മോഡ് ഡി എന്ന് വിളിച്ചു. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാവും. ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദീസ് ഡീവിയേഷൻസ് ആൻഡ് ഡിവൈഡഡ് ബൈ എൻ. ഈ ഡീവിയേഷൻ്റെ സമ്മുകളെല്ലാം കണ്ടുപിടിച്ചിട്ട് എൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീൻ ഡീവിയേഷൻ കിട്ടും. സോ നമുക്ക് അടുത്തൊരു പ്രോബ്ലം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് മോഡ് ഡി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഏത് ആവറേജൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ. നമുക്ക് ആവറേജ് തന്നിട്ടുണ്ട്. എവിടെ നിന്നാണ്? മീൻ ഡീവിയേഷൻ ഫ്രം മീനിൽ നിന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻ ഫോർ ദ ഫോളോയിങ് വാല്യൂസ്. നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ? മീൻ ഡീവിയേഷൻ ഫ്രം മീനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം എന്താ നമുക്ക് തന്നിരിക്കുന്ന ആവറേജിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മീൻ കണ്ടുപിടിക്കാം. മീൻ കണ്ടുപിടിക്കേണ്ട ഫോമുല എന്താണ്? നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചതാണ്. മീൻ കണ്ടുപിടിക്കേണ്ട ഫോമുല സമ്മേഷൻ എക്സ് ബൈ എൻ. അതായത് ഈ എക്സ് വാല്യൂസിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും. ഓക്കെ, ദാറ്റ് ഈസ് 533/10 വിച്ച് ഈസ് ഈക്വൽ ടു 53.3. ആൻഡ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മോഡ് ഡി കണ്ടുപിടിച്ചാലേ നമുക്ക് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ മോഡ് ഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓരോ എക്സ് വാല്യൂസിൽ നിന്നും നമ്മൾ നമ്മുടെ മീൻ വാല്യൂ വെച്ച് കുറയ്ക്കുക. അതായത് 25 മൈനസ് 53.3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -28.3 എന്ന് കിട്ടും. ആ മൈനസ് നമ്മൾ എടുക്കാൻ പാടില്ല. അതായത് വിത്തൗട്ട് സൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ മൈനസ് എടുക്കാതെ നമുക്കത് 28.3 എന്ന് കിട്ടും. നെക്സ്റ്റ് 63 മൈനസ് 53.3 ചെയ്യുമ്പോൾ 9.7, 85 മൈനസ് 53.3 ചെയ്യുമ്പോൾ 31.7. അങ്ങനെ ഓരോന്നും നമ്മുടെ മീനിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ് ഡി കിട്ടും. ഈ മോഡ് ഡിയുടെ സം എടുക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ എൻ ചെയ്യുമ്പം എന്ത് കിട്ടും? നമുക്ക് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കിട്ടും. സോ നമുക്ക് മീനിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ മീൻ വെച്ചിട്ട്
അതുകൊണ്ടാണ് നമ്മളിവിടെ മീൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ മോഡ് ഡി കണ്ടുപിടിച്ചത്. സോ നമ്മുടെ മീൻ ഡീവിയേഷൻ്റെ ഫോർമുലയിലേക്ക് നമ്മളത് അപ്ലൈ ചെയ്യുക. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞായിരുന്നു മീൻ ഡീവിയേഷൻ, നമുക്ക് കിട്ടിയ മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ഫ്രം വിച്ച് മീൻ ഡീവിയേഷൻ ഈസ് കമ്പ്യൂട്ടഡ്. ഈ മീൻ ഡീവിയേഷൻ നമ്മൾ ഏത് ആവറേജ് യൂസ് ചെയ്താണ് കമ്പ്യൂട്ട് ചെയ്തത്? മീൻ വെച്ചാണ് കമ്പ്യൂട്ട് ചെയ്തത്. സോ നമുക്ക് മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 23.64 ഡിവൈഡഡ് ബൈ 53.3 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.44. അപ്പം മീൻ ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Calculate mean deviation from median and its coefficient from the following values. Calculate mean deviation from median ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? മീൻ ഡീവിയേഷൻ ഫ്രം മീൻ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ മീൻ വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫ്രം മീഡിയൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മീൻ ഡീവിയേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ വാല്യൂസിനെ എഴുതി പിന്നെ മീൻ ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുക. മീഡിയൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചതാണ്, അത് വെച്ചിട്ട് കണ്ടുപിടിക്കുക. സോ മീഡിയൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? സൈസ് ഓഫ് n+1/2th ഐറ്റം, ദാറ്റ് ഇസ് സൈസ് ഓഫ് 6th ഐറ്റം. 6th ഐറ്റം ഇവിടെ എത്രയാണ്? 44. ദെയർഫോർ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ എന്ന് പറയുന്നത് എന്താ? 44 അല്ലേ? സോ നമ്മൾ 5 - 44 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? -39 കിട്ടും. സോ നമ്മൾ സൈൻ എടുക്കുന്നില്ല, വിത്തൗട്ട് സൈൻ ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ വെറുതെ 39 എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് 25 - 44 ചെയ്യുക, അടുത്തത് 28 - 44, അങ്ങനെ ഓരോന്നും x - മോഡ് ഡി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ് x - 44 ചെയ്യുമ്പോൾ നമുക്ക് മോഡ് ഡി കിട്ടും. ഓക്കെ, ഇനി നമ്മൾ മോഡ് ഡി എല്ലാം സമ്മ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഓഫ് ഐറ്റംസ് ഉണ്ടോ അത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ കിട്ടും. ഇനി നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ. മറ്റ് ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ മീൻ വെച്ചിട്ടാണ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ മീഡിയൻ വെച്ചിട്ടായതുകൊണ്ട് മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ വിച്ച് ഇസ് ഈക്വൽ ടു 29.18 ഡിവൈഡ് ബൈ 4 വിച്ച് ഇസ് ഈക്വൽ ടു 0.66. സോ ഇങ്ങനെയാണ് നമ്മൾ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിത്ത് മീഡിയൻ ആസ് ദ ബേസ് കാൽക്കുലേറ്റ് ദ മീൻ ഡീവിയേഷൻ ആൻഡ് കമ്പയർ ദ വേരിയബിലിറ്റി ഓഫ് ദ 2 സീരീസ് എ ആൻഡ് ബി. 2 സീരീസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്താണ് മീഡിയൻ ആസ് എ ബേസ്? നമ്മൾ ഓരോ സീരീസിൻ്റെ മീഡിയൻ കണ്ടുപിടിച്ചിട്ട് വേണം അതിൻ്റെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? കമ്പയർ ചെയ്യണം ദ വേരിയബിലിറ്റി ഓഫ് ദ 2 സീരീസ് എ ആൻഡ് ബി. നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ കേസ് ചെയ്ത പോലെ തന്നെ കമ്പയർ ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് സീരീസ് തന്നിട്ടുണ്ട്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു സീരീസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ മീഡിയൻ ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ആ സീരീസിനെ അസെൻഡിങ് ഓർഡറിലാക്കാൻ മറക്കരുത്. സോ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അതിന് നമ്മളിവിടെ അസെൻഡിങ് ഓർഡറിൽ എഴുതി. ഇനി നമുക്ക് എന്ത് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? മീഡിയൻ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ മീഡിയൻ്റെ ഫോർമുലയിലേക്ക് നമ്മൾ ഈ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ മീഡിയൻ്റെ ഫോർമുല വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീൻ ഡീവിയേഷൻ കിട്ടും. അത് വെച്ച് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് സീരീസ് വെച്ചിട്ടും അങ്ങനെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്യാം. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് സീരീസിൻ്റെ കേസിൽ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കിട്ടിയത് എത്രയാണ്? 0.166ഉം സെക്കൻഡ് കേസിൽ 0.307ഉം. സോ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഓഫ് സീരീസ് സീരീസ് ബിക്കാണ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഗ്രേറ്റർ ആയിട്ട് വന്നത്. സോ നമ്മുടെ സീരീസ് ബി ഈസ് മോർ വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് കമ്പ്യൂട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ്. ഇനി അടുത്തത് മോഡ് യൂസ് ചെയ്തിട്ട് ഫോർ ദ വാല്യൂസ്. ഈ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ മോഡ് യൂസ് ചെയ്തിട്ടാണ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. ദെർഫോർ നോക്കിയേ 36 അപ്പിയേഴ്സ് മോർ നമ്പർ ഓഫ് ടൈം. ഇതിനകത്ത് തന്നിരിക്കുന്ന സീരീസിനകത്ത് 36 ആണ് ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്തിരിക്കുന്നത്. ദെർഫോർ നമുക്ക് മോഡ് എന്താണെന്ന് പറയാം? 36 ആണെന്ന് പറയാം. നമ്മുടെ മോഡിൻ്റെ കേസിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച കേസാണിത്. ഏറ്റവും കൂടുതൽ ടൈംസ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് 36 ആണ്. സോ നമ്മുടെ മോഡ് എന്ന് പറയുന്നത് 36. ലെറ്റ് മോഡ് ഡി ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗിവൺ വാല്യൂസ് ആൻഡ് 36 വിത്തൗട്ട് സൈൻ. അതായത് ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്ന് നമ്മൾ ഈ മോഡ് സബ്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് വിത്തൗട്ട് സൈൻ ഇടാതെ കൊടുക്കുക. അതായത് ഇവിടെയൊക്കെ ചെയ്ത പോലെ തന്നെ 5 - 36 ചെയ്യുക. അത് കഴിഞ്ഞ് 86 - 36 ചെയ്യുക. പിന്നെ 92 - 36 ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മോഡ് ഡി കിട്ടും. എന്നിട്ട് ആ മോഡ് ഡിയുടെ എല്ലാം സം എടുക്കുക, ഡിവൈഡഡ് ബൈ n ചെയ്യുക. അപ്പോൾ നമുക്ക് മീൻ ഡീവിയേഷൻ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ മീൻ ഡീവിയേഷൻ ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ സീരീസിൽ ചെയ്യുന്നത്. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കേസിൽ എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് നോക്കാം.
മീൻ ഡീവിയേഷൻ ഫോർ ഡിസ്ക്രീറ്റ് സീരീസ്. ഫൈൻഡ് ആൻ ആവറേജ്. ഒരു ആവറേജ് കണ്ടുപിടിക്കാം. മീൻ ഓർ മീഡിയൻ ഓർ മോഡ് ക്വസ്റ്റിനെ തരും. സബ്സ്ട്രാക്ട് ദിസ് ആവറേജ് ഫ്രം ഓൾ ദ എക്സ് വാല്യൂസ് ആൻഡ് റൈറ്റ് വിത്തൗട്ട് സൈൻ. കോൾ ഇറ്റ് മോഡ് ഡി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് വാല്യൂസിൽ നിന്ന് ഈ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുക, എന്നിട്ട് അതിനെ മോഡ് ഡി എന്ന് വിളിക്കുക. മൾട്ടിപ്ലൈ എവറി ഫ്രീക്വൻസി വിത്ത് കറസ്പോണ്ടിങ് മോഡിന്. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസികളെല്ലാം ഈ മോഡ് ഡി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഗെറ്റ് ദ സം ഓഫ് എഫ് ഇൻറ്റു മോഡ് ഡി വാല്യൂസ്. എന്നിട്ട് നമ്മൾ ആ എഫ് ഇൻറ്റു മോഡ് ഡി വാല്യൂസിൻ്റെ മൊത്തം സം എടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ ഡീവിയേഷൻ എങ്ങനെ കിട്ടും? സിഗ്മ എഫ് ഇൻറ്റു മോഡ് ഡി ബൈ എൻ. സോ നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കേസിൽ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല ഇതാണ്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കി. കമ്പ്യൂട്ട് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ് ഫോർ ദ ഫോളോയിങ് ഡേറ്റ. ഇതൊന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേൺ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മോഡ് ഡി കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വൽ കേസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് മോഡ് ഡി കണ്ടുപിടിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഇൻറ്റു മോഡ് ഡി ചെയ്യുക, അതിൻ്റെ സം എടുക്കുക, എന്നിട്ട് ഡിവൈഡ് ബൈ എൻ ചെയ്യുക. അത്രയേ ഉള്ളൂ മീൻ ഡീവിയേഷൻ്റെ കേസ്. സോ അത് നിങ്ങൾ ഓരോ പ്രോബ്ലം എടുത്ത് വെച്ച് നോക്കുക. മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ. ഇനി മീൻ ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് സീരീസ്. ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് സീരീസ് വി ടേക്ക് ഡീവിയേഷൻ ഫ്രം ദ മിഡ് വാല്യൂസ്. കണ്ടിന്യൂസ് സീരീസിൻ്റെ കേസിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീവിയേഷൻ എടുക്കുന്നത് മിഡ് വാല്യൂസിൽ നിന്നാണ്. ദെൻ അപ്ലൈ ദ സെയിം ഫോർമുല യൂസ്ഡ് ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്. എന്നിട്ട് ഡിസ്ക്രീറ്റ് സീരീസിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ഫോർമുല എന്താണ്? മീൻ ഡീവിയേഷൻ്റെ ഫോർമുല സിഗ്മ എഫ് ഇൻറ്റു മോഡ് ഡി ബൈ എൻ. ആ ഫോർമുല തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ. സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. So problem നോക്കിയേ. Find the mean deviation about the arithmetic mean for the following frequency distribution of marks of 60 college students. So നമ്മൾ arithmetic mean യൂസ് ചെയ്താണ് mean deviation കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് മാർക്സ് തന്നിട്ടുണ്ട്, ക്ലാസ് ഇൻ്റർവെൽ ഫോംസിലാണ്. സോ അത് കണ്ടിന്യൂസ് സീരീസിൻ്റെ ഫോമിലാണ് തന്നിരിക്കുന്നത്. സോ മാർക്സ് എത്ര? 10, 0 to 10, 10 to 20 അങ്ങനെ തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു അതിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മിഡ് വാല്യൂസ് കണ്ടുപിടിക്കുക. സോ ഈ എക്സിൻ്റെ മിഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത് അറിയാലോ? 0 + 10 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 5 കിട്ടും. 10 + 20 അതായത് 30 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 15 കിട്ടും. അങ്ങനെയാണ് നമ്മൾ മിഡ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുക? മിഡ് വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? മീൻ അബൌട്ട് അരിത്തമെറ്റിക് മീൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ അരിത്തമെറ്റിക് മീൻ. സോ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ആദ്യം മീൻ കണ്ടുപിടിക്കുക. മീൻ കണ്ടുപിടിക്കണമെങ്കിൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണല്ലോ കണ്ടിന്യൂസ് സീരീസിൻ്റെ കേസിൽ മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല. സോ സിഗ്മ എഫ് എക്സ് ബൈ എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കുക. 2100 ഡിവൈഡ് ബൈ 60 വിച്ച് ഇസ് ഈക്വൽ ടു 35. ഇനി നമ്മൾ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാം. മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം മോഡ് ഡി കണ്ടുപിടിക്കാം. മോഡ് ഡി കണ്ടുപിടിക്കാൻ എക്സ് മൈനസ് ഈ ഓരോ എക്സ് വാല്യൂസിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച അരിത്തമെറ്റിക് മീൻ സബ്സ്ട്രാക്ട് ചെയ്യുക വിത്തൗട്ട് സൈൻ. നമുക്ക് മോഡ് ഡി കിട്ടും. എന്നിട്ട് എഫ് ഇൻറ്റു മോഡ് ഡി കണ്ടുപിടിക്കാം. സോ എന്നിട്ട് നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്താ അതിൻ്റെ ഫോർമുല? സിഗ്മ എഫ് ഇൻറ്റു മോഡ് ഡി ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു 680/60 ദാറ്റ് ഇസ് ഈക്വൽ ടു 11.33. നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് എന്ത് യൂസ് ചെയ്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? അബൌട്ട് മീഡിയൻ യൂസ് ചെയ്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ കണ്ടിന്യൂസ് സീരീസിൻ്റെ കേസിൽ മീഡിയൻ്റെ ഇൻ്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമ്മൾ മീഡിയൻ്റെ പ്രോബ്ലത്തിലെല്ലാം നമ്മൾ ചെയ്തതാണ്. അത് വെച്ചിട്ട് തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് മീഡിയൻ്റെ കേസിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ആവശ്യമുള്ളതുകൊണ്ട് ഒരു ടേബിളൂടെ കൂടുതൽ, ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും കൂടെ കൂടുതൽ വരും. അല്ലാതെ അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ബാക്കി സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്. അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് നോക്കാം. മെറിറ്റ്സ് ഓഫ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീൻ ഡീവിയേഷൻ ഈസ് എ വെരി സിമ്പിൾ ആൻഡ് ആൻ ഈസി മെഷർ ഓഫ് ഡിസ്പെർഷൻ. ഇറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റുഡ്. സിമ്പിളാണ്, ഈസിയാണ്, മനസ്സിലാക്കാനും വളരെ ഈസിയുള്ള ഒരു മെഷർ ഓഫ് ഡിസ്പെർഷനാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദ ഐറ്റംസ് ഓഫ് ദ സീരീസ്. സീരീസിലെ എല്ലാ ഐറ്റംസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മോർ റെപ്രസെൻറ്റേറ്റീവ്. മീൻ ഡീവിയേഷൻ ഈസ് ലെസ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസിനെ അധികം എഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി ഡീമെറിറ്റ്സ് എന്താണ്? മീൻ ഡീവിയേഷൻ സഫേഴ്സ് ഫ്രം ഇൻഅക്യുറസി ബിക്കോസ് പ്ലസ് ഓർ മൈനസ് സൈൻസ് ആർ ഇഗ്നോർഡ്. അത് ഇൻഅക്യുറേറ്റ് ആണ്, അക്യുറേറ്റ് അല്ല. കാരണം നമ്മളെന്തായാലും സയൻസ് അതിനകത്ത് സയൻസിനെ പറ്റി അധികം ബോധേഡ് ആവുന്നില്ല. സയൻസ് നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെന്ന് പറയുന്നത് ഇൻഅക്യുറേറ്റ് ആണ്. ഇനി മീൻ ഡീവിയേഷൻ ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് എനി ഫെർദർ ഓൾജിബ്രാക് ട്രീറ്റ്മെൻറ്റ്. അത് കൂടുതൽ ഓൾജിബ്രാക് ട്രീറ്റ്മെൻറ്റ് വരുന്നില്ല. മീൻ ഡീവിയേഷൻ ഈസ് നോട്ട് റിലയബിൾ മെഷർ വെൻ കാൽക്കുലേറ്റഡ് ഫ്രം മോഡ് ആസ് ദ മോഡ് ഈസ് അൺസർട്ടൺ ഇൻ സം കേസസ്. മോഡ് എന്ന് പറയുന്നത് ചില കേസസിൽ ഇൽഡിഫൈൻഡ് ആണെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടല്ലോ. സോ അങ്ങനെ മോഡ് ഇൻഡിഫൈൻഡ് അൺസർട്ടൺ ആയതുകൊണ്ട് നമുക്ക് മോഡിൻ്റെ കേസിൽ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് റിലയബിൾ അല്ല എന്നാണ്
അതിൻ്റെ ഒരു ഡിമെറിറ്റ് പറയുന്നത്. ഇനി യൂസ് ഓഫ് മീൻ ഡീവിയേഷൻ, എന്താണ് മീൻ ഡീവിയേഷൻ്റെ യൂസ് എന്ന് പറയുന്നത്? മീൻ ഡീവിയേഷൻ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി യൂസ്ഡ് ഫോർ മെഷറിംഗ് വേരിയബിലിറ്റി ഓഫ് ദ സീരീസ് റിലേറ്റിംഗ് ടു എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫിനോമിന. വേരിയബിലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം ഇസ് ജനറലി മെഷർഡ് ഇൻ ടേംസ് ഓഫ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ്റെ ടേംസിലാണ് നമ്മൾ വെൽത്തിൻ്റെയും ഇൻകമിൻ്റെയും വേരിയബിലിറ്റി മെഷർ ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ മീൻ ഡീവിയേഷൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണെന്ന് നോക്കാം.